മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇവരുടെ ഒത്തൊരുമ കാരണം ഇവർക്ക് കൊടുത്തിരുന്ന വീക്കിലി ടാസ്ക് ബിഗ് ബോസ് റദ്ദാക്കിയിരുന്നു. അതിനു പകരം ഇവർക്കിപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്, പണിക്കുപ്പി. ആക്ടിവിറ്റി ഏരിയയിലാണ് പണിക്കുപ്പി എന്ന് പറയുന്ന ടാസ്ക് നടക്കുന്നത്. ഈ ഗെയിമിൽ എല്ലാവർക്കും ഇൻഡിവിജ്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആരും വിധികർത്താക്കളല്ല, എല്ലാവരും ഗെയിം കളിക്കുകയാണ്. ഇവരെ ഗെയിം കളിപ്പിക്കാനായി ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും 1-2 പേരും വന്നിട്ടുണ്ട് കേട്ടോ. മുഖംമൂടിയൊക്കെ ധരിച്ച് അവരും അതിലെ നടക്കുന്നു. എല്ലാവരെയും ബ്ലൈൻഡ്സ് ധരിപ്പിക്കുന്നു. അതിനുശേഷം ഇമ്മ്യൂണിറ്റി എന്നെഴുതിയ ഒരു കുപ്പിയുണ്ട്. എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ വട്ടത്തിലിരിക്കുന്നു. മുന്നിലായി ഒരു പെഡസ്റ്റലുണ്ട്. സെൻറ്ററിലായിട്ട് ഒരു പെഡസ്റ്റലുണ്ട്. ആ പെഡസ്റ്റലിൽ ഇമ്മ്യൂണിറ്റി എന്നെഴുതിയ ഈ ഒരു കുപ്പിയും വെച്ചിട്ടുണ്ടാവും. ആദ്യം വരുന്നത് ആര്യൻ എന്ന നെയിമാണ്. അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ബ്ലൈൻഡ്സ് ബിഗ് ബോസിൽ നിന്നും വന്ന ആ മെമ്പർ അഴിച്ചു കളയുന്നു. എന്നിട്ട് ആര്യന് ഇഷ്ടമുള്ള വ്യക്തിയുടെ മുൻപിൽ ഈ ഇമ്മ്യൂണിറ്റി എന്നെഴുതിയ കുപ്പി കൊണ്ടുവെക്കാം. ആര്യൻ കൊണ്ടുവെക്കുന്നത് ജിഷിൻ്റെ മുമ്പിലാണ്. പിന്നീട് എല്ലാവരും കണ്ണിലെ കെട്ടഴിക്കുന്നു. ജിഷിൻ്റെ മുന്നിലാണ് കുപ്പി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിഷിൻ ഈ ബാക്കി 14 പേരിൽ നിന്നും ആരാണ് ഈ കുപ്പി ജിഷിൻ്റെ പെഡസ്റ്റലിൽ കൊണ്ടുവച്ചതെന്ന് കണ്ടുപിടിക്കണം. കൃത്യമായി കണ്ടുപിടിച്ചാൽ ജിഷിൻ ഈ റൗണ്ടിൽ ജയിക്കും. തെറ്റായിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ജിഷിൻ ഈ റൗണ്ടിൽ നിന്നും ഔട്ടാകും. അങ്ങനെ അവസാനം ഇമ്മ്യൂണിറ്റി കിട്ടുന്ന വ്യക്തിക്കായിരിക്കും ഈ ആഴ്ച നോമിനേഷൻ ഫ്രീ ആകാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇത്തരത്തിലുള്ള ഗെയിമൊക്കെ പറ്റത്തുള്ളൂ. ഇത് ഏഷ്യാനെറ്റ് ഇപ്പോൾ പുറത്തുവിട്ട പ്രോമോയാണ്. എനിക്ക് ഈ പ്രോമോ കണ്ടപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലായത്. ഈ ഗെയിം ഇങ്ങനെ ആവാനാണ് സാധ്യത. ഇനി ഇതിലെന്തെങ്കിലും ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നാലേ ഉള്ളൂ. എന്തായാലും ജിഷിൻ ആര്യനെ കണ്ടുപിടിക്കുമോ, അവസാനത്തെ റൗണ്ട് വരെ ആര് പോകും, ആർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. ലൈവിൽ ഉടനെ തന്നെ ഈ ടാസ്ക് ആരംഭിക്കുന്നതായിരിക്കും. ഉടനെ തന്നെ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.